എനിക്ക് മനസ്സിന് സംഘർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പുണ്യ റസൂലിനെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ടെൻഷൻ. ഇന്ന് മനുഷ്യന്മാരുടെ മിക്കവരുടെയും പ്രശ്നം ടെൻഷനാണ്. ലോകത്ത് മിക്ക രോഗങ്ങളും ഇന്നുണ്ടാകുന്നത് ടെൻഷനിൽ നിന്നാണ്. എന്തായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ അതിന് നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരം? സല്ലല്ലാഹു അലൈഹി വസല്ലം കാഠിന്യത്തിന്റെ ലോകത്ത് കാരുണ്യ പ്രകർഷം നാം ചർച്ച ചെയ്യുമ്പോ, കാഠിന്യവും പാരുഷ്യവും നിറഞ്ഞ ഒരു ലോകത്ത് കാരുണ്യം എങ്ങനെ സാക്ഷാത്കരിക്കണമെന്ന് ആലോചിക്കുമ്പോ, കരുണ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് അവശരോടും ദുർബലരോടുമാണെന്ന ലോക തത്വത്തെ നാം മനസ്സോട് ചേർത്ത് പിടിക്കുമ്പോ പുണ്യ റസൂലിന്റെ ഈ ചര്യകൾ ഏറ്റവും പ്രസക്തമായി തീരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടിയായിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത്, നീ യതീമിനെ, അനാഥയെ പോയിട്ട് ചെന്ന് കണ്ടെത്തിയിട്ട് അവന്റെ ശിരസ് തലോടണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് ചോറ് കൊടുക്കണം എന്ന് പോലും അല്ല. യതീമിന് അന്നം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്, ഈ ഒരു സംശയമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സംഘർഷമുള്ള വ്യക്തിക്ക് ടെൻഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിർദ്ദേശിച്ച മറുപടി അവന് അന്നം വാങ്ങിക്കൊടുക്കണമെന്നല്ല, യതീംഖാനക്ക് സംഭാവന കൊടുക്കണമെന്നല്ല. യതീംഖാനക്ക് സംഭാവന കൊടുക്കാൻ പലർക്കും കഴിഞ്ഞേക്കാം. പക്ഷേ അവരിൽ എത്ര പേർക്ക് കുളിക്കാതെ, ഒരു പക്ഷേ മുഷിഞ്ഞ് വയർത്ത് കുളിച്ച് ചളി പുരണ്ട വളരെ പാവപ്പെട്ട ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട യതീം കുട്ടിയുടെ അത്രയൊന്നും വൃത്തിയോ സുഗന്ധമോ ഇല്ലാത്ത തലമുടിയിലൂടെ തന്റെ വിരല് പായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ചില മക്കളെ മാതിരി മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ചെലവിന് വക കൊടുക്കാം, പക്ഷെ അവരെ നോക്കാൻ തയ്യാറില്ല. മാതാപിതാക്കൾക്ക്, അച്ഛനമ്മമാർക്ക് വേണമെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അവരെ ആക്കിയിട്ട് അവരവിടെ പാർപ്പിച്ചിട്ട് അവിടെയുള്ള മുഴുവൻ ചെലവും വഹിക്കാൻ മക്കൾ തയ്യാറാണ്. മക്കൾക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്. പക്ഷെ മക്കൾ ഒന്നിനു മാത്രം തയ്യാറല്ല, ഈ പാവപ്പെട്ട വൃദ്ധനെ സ്വന്തം വീട്ടിൽ പോറ്റാൻ തയ്യാറില്ല, അവിടെ കടത്താൻ തയ്യാറില്ല, അവിടെ അയാൾ പാർക്കാൻ പോലും അനുവദിക്കില്ല. പുറത്താക്കിയത് കൊണ്ടാണ് അയാൾ വൃദ്ധസദനത്തിൽ പോയി. കേരളത്തിലെ എത്രയെത്രയോ വൃദ്ധസദനങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള പേക്കോലങ്ങളെ കണ്ടിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞ് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. ഐസ് കട്ട പോലെ ഘനീഭവിച്ച ദുഃഖമായിട്ടിരിക്കുന്ന പാവപ്പെട്ട അമ്മയെ, പാവപ്പെട്ട അച്ഛനെ, പാവപ്പെട്ട ബാപ്പയെ, പാവപ്പെട്ട ഉമ്മയെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ മക്കളുണ്ട്. ആ മക്കളെ പറ്റി പറയുമ്പോഴേക്ക് അവരുടെ കണ്ണുകൾ നിറയും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻഷൻ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ച മരുന്ന് ഒന്നാന്തരം മരുന്നാണ്. യതീമിനെ പോയിട്ട് അവന്റെ ശിരസ് തലോടുക. തലോടുന്ന മനുഷ്യന്റെ ടെൻഷൻ മാറിക്കിട്ടുമെന്ന് മാത്രമല്ല, തലോടുന്ന പാവപ്പെട്ട കുട്ടിക്ക് ഒരു പിതാവിന്റെ ലാളന അവന്റെ ശിരസിൽ അവൻ അല്പസമയത്തേക്കെങ്കിലും അനുഭവിക്കും. അത് കാണുകയാണ്, അതിനെ പ്രതീക്ഷിക്കുകയാണ് ലോകഗുരു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യതീമായി ജീവിച്ച റസൂലാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിന് സംഘർഷമുണ്ടോ, മനസ്സിന് പ്രയാസമുണ്ടോ, മനസ്സിന് ദുഃഖങ്ങളുണ്ടോ, ഇറക്കി വെക്കേണ്ട സങ്കടങ്ങളുണ്ടോ എങ്കിൽ നീ തെരഞ്ഞു പോയിട്ട് കണ്ടെത്തണം ഒരനാഥ ബാലനെ, ഒരനാഥ ബാലികയെ, പാവപ്പെട്ട യതീം കുട്ടിയെ ചെന്ന് കണ്ട് അവളുടെ തലമുടിയിലൂടെ നിന്റെ കൈവിരലുകൾ തലോടിയാൽ നിന്റെ മനസ്സംഘർഷം മാറിക്കിട്ടുമെന്ന് പഠിപ്പിക്കാൻ ഈ ലോകത്തേക്ക് വന്നണഞ്ഞ മുത്തായ യതീമല്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു